നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വ്യോമാതിർത്തി അടച്ച് രക്ഷപ്പെടാമെന്നാണ് ജോർദാൻ കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. വ്യോമാതിർത്തി അടയ്ക്കുകയാണെങ്കിൽ തുറപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം. ഈജിപ്ത് ഒരു പൊടിക്ക് അടങ്ങുന്നത് നന്നായിരിക്കും. ഗാസ ഞാൻ പിടിച്ചടക്കിയിരിക്കും. ഗാസക്കാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. അറബ് രാജ്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ നീക്കത്തിൽ നിന്നും തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ പോയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി ട്രംപിനെ ഒന്ന് പൊക്കി അടിക്കുകയും ചെയ്തിരുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ജോർദാൻ രാജാവുമായുള്ള ചർച്ച കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ട്രംപ് പ്രഖ്യാപിച്ചത് ഗാസക്കാരെ അടുത്ത രാജ്യങ്ങളിലേക്ക്, അതായത് സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ട്രംപിന്റെ കണ്ണെത്തിയിരിക്കുന്നത് ജോർദാനിലും ഈജിപ്തിലുമാണ്. ഈജിപ്തിനും രക്ഷയില്ല. കടുത്ത നിലപാടുകളിലേക്ക് ട്രംപ് കടക്കുമ്പോൾ ജോർദാനും ഈജിപ്തിനും വിറളി പിടിക്കുകയാണ്. ഗാസക്കാരെ ഏത് നിമിഷവും അതിർത്തി കടത്തി എത്തിക്കുമെന്ന് ജോർദാൻ ഇപ്പോൾ ഭയക്കുകയാണ്. ഈ ഭയം കൊണ്ട് അതിർത്തികൾ അടച്ചുപൂട്ടുന്ന നിലപാടാണ് ഇപ്പോൾ ജോർദാൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനു മറുപടിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. വ്യോമാതിർത്തിയോ അതിർത്തികളോ അടച്ചുപൂട്ടാനാണ് നീക്കമെങ്കിൽ അത് തുറപ്പിക്കാൻ എനിക്കറിയാമെന്ന്. അതായത് അറബ് രാജ്യങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെക്കും എന്ന് തന്നെയാണ് ട്രംപിന്റെ വെല്ലുവിളി. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 27 ചർച്ച നടക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കോ ഗാസക്കാരെ മാറ്റുന്ന ട്രംപിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെ അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇതോടുകൂടി പശ്ചിമേഷ്യ വിഷയത്തിൽ കനത്ത വാക്പോരിലേക്കും പൊട്ടിത്തെറിയിലേക്കും അറബ് രാജ്യങ്ങളും അമേരിക്കയും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഗാസയിലേക്ക് തിരിച്ചെത്താൻ പലസ്തീൻകാർക്ക് അവകാശമില്ല എന്ന ട്രംപിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഈജിപ്ത് വ്യക്തമാക്കുന്നു. പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനുമുള്ള സഹായം നിർത്തും എന്ന് തന്നെയാണ് ആ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന നയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം ട്രംപിന് മറുപടി കൊടുത്തു. സൈനികരുടെ അവധികൾ റദ്ദാക്കിയ ഇസ്രയേൽ സൈന്യം ഗാസ അതിർത്തിയിൽ സൈനിക നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗാസയിൽ സമാധാനം നിലനിർത്താനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ ബന്ദികളുടെ മോചനം നടത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടറസ് ഹമാസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഹമാസ് ഇതിനോട് വഴങ്ങാൻ തയ്യാറാകുന്നില്ല. അതിരൂക്ഷമായ ഘോര യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോക നേതാക്കൾ എല്ലാവരും തന്നെ ഉള്ളത്. ഗാസക്കാരെ കുടിയിറക്കുമെന്ന ട്രംപിന്റെ വെല്ലുവിളിക്ക് ഈജിപ്ത് ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പലസ്തീനികളെ കുടിയിറക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ഉടൻ അവതരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈജിപ്ത്. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. ഇതോടെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതി പാളുകയാണോ എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. ഗാസ ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കി മിഡിൽ ഈസ്റ്റിന്റെ ഒരു പുനരുജ്ജീവന കേന്ദ്രം ആക്കി വികസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്തിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഗാസ പിടിച്ചെടുക്കാമെന്നുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതികൾ പൊളിയുകയാണോ എന്നുള്ളത് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യമാണ്. ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ നിരസിക്കുകയും വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസ പലസ്തീനികളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്ന് പുറത്താക്കരുത് എന്നും സൗദി ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് ഫെബ്രുവരി 27 ഈജിപ്തിൽ ഒരു ഉച്ചകോടിക്കായി അറബ് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കുമെന്നും പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായുള്ള സമഗ്രമായ ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കി.
എന്നാൽ ഇതിനിടയിൽ ഗാസയിൽ വീണ്ടും യുദ്ധം തുടങ്ങും എന്ന സൂചന നൽകി റിസർവ് സൈന്യത്തെ വിളിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ശനിയാഴ്ച 3 ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം തുടങ്ങും എന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. ഇതിനിടെയാണ് റിസർവ് സൈന്യത്തെ യുദ്ധം ചെയ്യാനായി ഇസ്രയേൽ വിളിച്ചിരിക്കുന്നത്. നെതന്യാഹു ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് പടയൊരുക്കവും തുടങ്ങിയത്. ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വെല്ലുവിളി. അമേരിക്കൻ പിന്തുണയോടെ ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം തുടങ്ങുകയാണ് ഇസ്രയേൽ. പലസ്തീൻ ജനതയും അന്താരാഷ്ട്ര സമൂഹവും എതിർപ്പ് ശക്തമാക്കുമ്പോഴാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നീക്കം. ഗാസക്കാരെ വലിയ തോതിൽ കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇസ്രയേൽ നടത്തുന്നത്. ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. ഈ നീക്കത്തിനെതിരെ ഈജിപ്താണ് ഇപ്പോൾ ശക്തമായ എതിർപ്പുമായി യുഎസിനെയും നെതന്യാഹുവിനെയും എതിർപ്പറിയിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച യുഎസിലെ വിവിധ നഗരങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ റാലി നടത്തുകയാണ്. ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് വിപുലമായ പുനർനിർമ്മാണം നടത്തും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ പുനർനിർമ്മാണത്തിനായി പലസ്തീൻകാരെ ഗാസയിൽ നിന്ന് താൽക്കാലികമായി മാറ്റുക എന്നത് മാത്രമാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അവകാശപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഗാസയെ പുനർനിർമ്മിക്കാനുള്ള സഹായ പദ്ധതിയാണ് ട്രംപിന്റേതെന്നും ഗ്വാട്ടിമാലയിൽ വെച്ച് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇതേ അഭിപ്രായമാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റും വാഷിംഗ്ടൺ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഗാസ ഇപ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഇടമാണ്. അത്തരമൊരു സ്ഥലത്ത് കഴിയാൻ ആളുകളോട് ആവശ്യപ്പെടുന്നത് മനുഷ്യത്വരഹിതമാണെന്നും കരോലിൻ പറഞ്ഞു. എന്നാൽ ഗാസക്കാരെ ഒഴിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ കലുഷിതമാക്കും എന്നാണ് ഈജിപ്തിന്റെ വെളിപ്പെടുത്തൽ. ഗാസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഗാസക്കാരെ മാറ്റുന്നത് എന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് എന്ന് മനസ്സിലാക്കിയതോടെയാണ് അറബ് രാജ്യങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മിക്കാൻ $5314 കോടി വേണ്ടിവരും എന്നാണ് UN കണക്കാക്കുന്നത്. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ 2056 കോടി ആവശ്യമാണെന്നും UN സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഈ വൻതുക മുടക്കി ഗാസയെ വീണ്ടെടുക്കൽ വലിയ പ്രതിസന്ധിയാണ്. ഗാസയിൽ നിലവിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പ്രയാസമേറിയതാണ് എന്നാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത്. പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണം നടക്കണമെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. പലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള പരിഹാരം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.